ഇവിടെ ഒരു ക്ലബ്ബിൽ ബെറ്റ് വെച്ച് ഐസ് പൊട്ടിക്കുന്ന ഒരു മത്സരം നടക്കുന്നു. അടുത്തു നിന്ന് ഇതൊരു ചെറുക്കനും പെണ്ണും നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഐസ് പൊട്ടിച്ചവൻ മുഴുവനായും പൊട്ടിക്കാതെ പകുതിയാണ് പൊട്ടിച്ചത്. ഇത് കണ്ടതും ആ പെണ്ണിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ ടെക്നിക്കിൽ പൊട്ടിച്ചാലേ ഇത് മുഴുവനായും പൊട്ടിക്കാൻ പറ്റൂ, കണ്ടോ ഇവനെ കൊണ്ട് പൊട്ടിക്കാൻ കഴിഞ്ഞില്ല എന്ന് അവന്റെ ചെവിയിൽ വീഴുന്ന രീതിയിൽ വേണമെന്ന് വെച്ച് പറയുന്നു. ഇവൻ പറയുന്നത് കേട്ടതും ആ ഐസ് പൊട്ടിച്ച പയ്യനും ക്ലബ് ഓണറിന്റെ പയ്യനും എന്നാ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ പൊട്ടിച്ച് കാണിക്ക്, ആവശ്യമില്ലാതെ സംസാരിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നു. ഇവനും അവരെ ഭയന്ന് പുറത്തു പോകാൻ ശ്രമിക്കുന്നു. അതിനുള്ളിൽ ഈ പയ്യന്റെ അങ്കിൾ അങ്ങോട്ട് വന്ന് നീ 3 പീസല്ലേ പൊട്ടിച്ചത്, ഇവൻ 6 പീസും പൊട്ടിക്കും, 600 രൂപ വെറ്റി എന്ന് പറയുന്നു. ഇത് കേട്ടതും ഇവൻ അങ്കിൾ കാര്യമില്ലാതെ എന്നെ പെടുത്തിവിടാതെ എന്ന് പറഞ്ഞ് ഇവൻ പേടിക്കുന്നു. ഇവന്റെ പേടി കണ്ടതും ഇത് ചാൻസ് ആക്കി ആ ക്ലബ് ഓണർ വന്ന് ഓക്കെ പറയുന്നു. നോക്കിയാ ഇപ്പോ അവിടെ 6 പീസ് അടുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവൻ പൊട്ടിക്കുന്നതിന് മുൻപ് വരെ പേടിച്ച് ദൈവങ്ങളെ വിളിക്കുന്നു. ബെറ്റ് വെച്ച ക്ലബ് ഓണറും എങ്ങനെ ഈ മണ്ടന്മാര് ബെറ്റ് കെട്ടി നമ്മൾ തന്നെ ജയിക്കുമെന്ന് കരുതി നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കിയാൽ ഇവൻ ഒറ്റയടിയിൽ തന്നെ 6 പീസും പൊട്ടിക്കുന്നു. ഇപ്പോ ആ ക്ലബ് ഓണർ തോറ്റുപോയതോർത്ത് ദേഷ്യത്തിൽ നിൽക്കുന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതെല്ലാം ഇവരുടെ പ്ലാൻ ആയിരുന്നു. പേടിയുള്ളതുപോലെ അഭിനയിച്ച് ബെറ്റ് കൂടുമെന്ന് പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ചെയ്തത്. കാരണം ഇവൻ ഒരു കരാട്ടെ ചാമ്പ്യനാണ്.